നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രഭാതവന്ദനം. ഈ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഒരു തിരുവചനം വായിച്ച് പ്രാർത്ഥനയോടെ ധ്യാനിക്കുക. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ യേശുവിൻ്റെ അമ്മയായ മറിയ, ആ മറിയയുടെ സന്നിധിയിൽ മാലാഖ ചെന്ന് ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം മാലാഖ യേശുവിൻ്റെ അമ്മയായ മറിയെ അറിയിക്കുന്ന ഒരു സത്യമാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുള്ളത്. ഈ തിരുവചനം നാം ഓരോരുത്തരും ഒരു വാഗ്ദാനമായി സ്വീകരിക്കേണ്ടതാണ്. കേവലം ഒരു യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് മാത്രമുള്ള ഒരു വചനമല്ല ഇത്. ജീവിത പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് പല വിഷയങ്ങളുടെ മധ്യേ എങ്ങനെ, എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ, തലമുറയുടെ കാര്യങ്ങൾ, പല പ്രതികൂലങ്ങൾ, ഇതിൻ്റെ എല്ലാം മധ്യേ മർത്യന് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ഒരു ദൈവപ്രവൃത്തിയാണ്. ആ ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുള്ളത്. ഇവിടെ സ്വർഗത്തിൽ നിന്നും ഒരു മാലാഖ, ഒരു ദൈവദൂതൻ യേശുവിൻ്റെ അമ്മയായ മറിയയുടെ അടുക്കൽ ചെന്ന് ഭാവിയിൽ ഈ മറിയ എന്ന സ്ത്രീയിലൂടെ ഈ മുഴു പ്രപഞ്ചത്തിന് ലഭിക്കുവാനിരിക്കുന്ന ലോകരക്ഷകൻ്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന മറിയ എന്ന യേശുവിൻ്റെ അമ്മയുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ആ സമയം ഉദിച്ചിരിക്കും. എങ്ങനെ ഇത് സംഭവിക്കും? എനിക്ക് ഭർത്താവില്ലല്ലോ, അഥവാ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ 1000 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായാണ് മാലാഖ യേശുവിൻ്റെ അമ്മയായ മറിയയോട് പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുള്ളത്. ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്ന വിഷയം എന്തു തന്നെയാണെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമാക്കി അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് വിശ്വസിച്ച് ഉറപ്പിക്കുക. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ, എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ അടയാളങ്ങൾ, നാം അസാധ്യമെന്ന് ചിന്തിച്ചിരുന്ന എത്രയോ കാര്യങ്ങൾ നടന്നില്ലേ? തീർച്ചയായും ഓരോരുത്തർക്കും പറയാനുള്ളത്
അങ്ങനെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ആമേൻ.